വെള്ളം സിസ്റ്റർ വെള്ളം. ഞങ്ങളെ അവന്റെ കൂടെ ഓടി ഭീമനെപ്പോലെ തടിയ. അയ്യോ ഓരോ ഇടിയും 100 പൗണ്ട്. അവന്റെ കൂടെ റിവോൾവർ പിടിച്ച ഒരു നീർക്കോലി. ഏതായാലും ഇടി വാങ്ങാനുള്ളതെല്ലാം വാങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം കിട്ടിയല്ലോ. ഇത് കണ്ടല്ലോ. നാളെ കാലത്തെ ഡോക്ടറെ കാണാൻ പോവേണ്ട. കുടിയുടെ വീട്ടിലെ അവിടെ കൂടെ കൈ ഇവിടെ വെച്ച് നോക്ക്. എന്റെ നെഞ്ച് കലങ്ങിയ ഉണ്ടോ? എടാ ബീറ്റിലെ ശകലം കലങ്ങിയിട്ടുണ്ടാ. പോട്ടടാ ബീറ്റിലെ, ചത്താലും വേണ്ടില്ല. നമ്മൾ ഇവിടെ താമസിക്കുമ്പോ നമ്മുടെ ഈ സഹോദരിമാർക്ക് ഒരാപത്തും വരരുത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്നാൽ ഒരു ഉപകാരം ചെയ്യാമോ? ഞങ്ങൾ എന്ത് ചെയ്യാനും കടമപ്പെട്ടവരാണ്. ഞങ്ങൾ കളിയിൽ തോറ്റതിന് ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളോട് രാവിലെ സ്ഥലം വിട്ടോളൂന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു 4-5 ആളുകൾ വന്ന് ഞങ്ങളുടെ പ്രൊഫസറെ കണ്ട് ഞങ്ങൾ കാണിച്ച നിസ്വാർത്ഥപരമായ ധൈര്യത്തെയും ത്യാഗത്തെയും പറ്റി സംസാരിച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ അദ്ദേഹം സമ്മതിച്ചേക്കും. നട്ടലില്ലാത്തവരാണ്, ആണുങ്ങളല്ല എന്നൊക്കെയാണ് സാറ് ഞങ്ങളെ ശകാരിച്ചത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ വന്ന് 2 വാക്ക് സംസാരിച്ചാൽ ഞങ്ങൾക്ക് മനസമാധാനം കിട്ടും. ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാതൊരു വിരോധമില്ല. ഞങ്ങളൊന്ന് പറയാം. എന്താ ശരി, നിങ്ങൾ പോയി പറയും. എല്ലാരും കൂടെ എങ്ങോട്ടാ? ആരെങ്കിലും 2-3 പേര് പോയി. നീല തടിയില്ലതാ നമ്മള് പോകാം. എല്ലാരും കിടന്നോളൂ. പെൺകുട്ടികൾ ഭയന്നു പോയി. അവര് വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അല്ല സാർ, ഈ കാട്ടാളന്റെ വേഷത്തിൽ നിങ്ങൾ ഈ വേഷമിട്ടതുകൊണ്ട് അർദ്ധരാത്രി കാട്ടാള വേഷമിട്ടുകൊണ്ട് സ്ത്രീകളുടെ റൂമിൽ കയറി അവരെ തോൽപ്പിക്കുന്നത് ആണത്വമല്ല. ഇപ്പൊ നിങ്ങൾ ഭയന്നില്ലേ? അപ്പൂ, എന്നെ ഒന്നും മറക്കരുത്, ഞാനൊക്കെ കണ്ടുപിടിക്കും. ഇനി എന്റെ ആയുസ്സിൽ ഈ വേഷം കിട്ടില്ല. ആ ഡ്രസ് അങ്ങ് തിരിച്ചു കൊടുക്കണം.